ഇൻക്വസ്റ്റിൽ എന്ന് വെച്ചാൽ അവരെ വലതുഭാഗത്ത് വലിയ മുറിവുകളുള്ളത്, അതായത് കത്തി കുത്തിയിട്ട് വലിച്ചു കയറിയതാണ്. അങ്ങോട്ട് കത്തി കുത്തിയിട്ട് വലിച്ചതാണ്, അതിൽ ഞരമ്പ് കട്ട് ചെയ്താണെന്ന് തോന്നുന്നു. ആണ് പെട്ടെന്നുള്ള മരണത്തിന് ഇടയാക്കിയത് അതാണ്. പിന്നെ 2 മുറിവുകൾ ചെറുതുണ്ട്, അതാണ് പ്രധാനപ്പെട്ട അവരുടെ മരണത്തിന് കാരണമാക്കിയ മുറിവ്. അങ്ങനെ വലിയ പാടുകളൊന്നുമില്ല. ഇതാണ് കവുത്തിന് കുത്തിയ പാടുകളാണ്. അത് വെച്ചാൽ തികച്ചും ആസൂത്രണമായ ഒരു കൊലപാതകമാണ് ഇത്. അതായത് മുന്നേ ഈ പ്രതി അവളോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ തീർക്കുമെന്നുള്ളത്. ഇത് സ്റ്റേഷനിൽ പരാതി കൊടുത്തൊരു കേസാണ്, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വലിയ വന്നിട്ടില്ല, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീതി ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഒറ്റവാക്കിൽ പറയാനുള്ളത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് യാസിർ പറയുന്നത് ഷിബിലയുടെ ഉപ്പാനെയാണ് ലക്ഷ്യം വെച്ചതെന്ന് പറയുന്നത്. യാസിർ ഷിബിലയുടെ ഉപ്പാനെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഷിബിലയുടെ ഉപ്പാനാണല്ലോ നിൽക്കുക. നേരിട്ട് കയറി ചെന്ന പാട് ഇവളെയാണ് കത്തി കയറ്റിയത്, അത് അവൻ പറഞ്ഞാണല്ലോ. പക്ഷേ അതല്ല, ആദ്യം തന്നെ കയറി ആക്കിയത്. അതിൽ തടഞ്ഞയിലാണ് ഷിബിലയുടെ ഉപ്പാന്റെ തലയിൽ കുത്തുകൊണ്ടത്. ഇവളെ തടഞ്ഞതിന്റെ 2 കുത്ത് ഇവിടെയും 1 കുത്ത് ഉമ്മാന്റെ ഈ സൈഡിലാണ് ഉണ്ട്. അവിടെ ഇപ്പം എന്താ പറയാ, ഇപ്പോൾ ഇതിന്റെ ഭാര്യലിന് ക്ഷതം ഏറ്റിട്ടുണ്ട്. അതാണ് കുഴപ്പമില്ല, അവർ ആരോഗ്യനില വെച്ചാൽ ഗുരുതര ഇതിന്ന് തരണം ചെയ്തിട്ടുണ്ട്. ഷിബിലയുടെ അല്ല, എൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ് അവന്. എൻ്റെ മകളെ കൂടെയുള്ള മകളാണ് ഇപ്പം ഇവിടെ മരിച്ചു കിടക്കുന്നത്. ഞങ്ങളത്ര ബന്ധമുള്ള ഒരാളാണ്, ഞങ്ങളെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്.